നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വാർഡുകൾ വിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഡിസംബർ 3 വരെ കരട് വിജ്ഞാപനം സംബന്ധിച്ച ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. എടത്തിരുത്തി ഏറാക്കല്ലിൽ വീണ്ടും പൈപ്പ് പൊട്ടി. തീരദേശത്തെ 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങി. മലക്കപ്പാറ ടാറ്റ ടീ എസ്റ്റേറ്റിലെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള തോട്ടം തൊഴിലാളികളുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വാർഡുകൾ വിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കളക്ടർമാർ നൽകിയ കരട് നിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അനുമതി നൽകി. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കമ്മീഷൻ അംഗങ്ങളായ ഡോക്ടർ യു രത്തൻ ഖേൽക്കർ, കെ ബിജു, എസ് ഹരികിഷോർ, ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറി എസ് ജോസ്നമോൾ എന്നിവർ പങ്കെടുത്തു. ഡിസംബർ 3 വരെ കരട് വിജ്ഞാപനം സംബന്ധിച്ച ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ നേരിട്ടോ രജിസ്റ്റേർഡ് തപാലിലോ ആക്ഷേപങ്ങൾ നൽകാം. കരട് വിജ്ഞാപനം അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലും കളക്ടറേറ്റുകളിലും വെബ്സൈറ്റിൽ പരിശോധന ലഭ്യമാണ്. ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കും. ജില്ലാ കളക്ടർ മുഖേനയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുക. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യമെങ്കിൽ പരാതിക്കാരിൽ നിന്ന് നേരിട്ട് വിവരശേഖരണം നടത്തും. പുതുക്കിയ മാനദണ്ഡ പ്രകാരം ഗ്രാമപഞ്ചായത്തുകളിൽ 1375 വാർഡുകളും, മുനിസിപ്പാലിറ്റികളിൽ 128 വാർഡുകളും, കോർപ്പറേഷനുകളിൽ 7 വാർഡുകളും പുതിയതായി നിലവിൽ വരും. എടത്തിരുത്തി ഏറാക്കല്ലിൽ വീണ്ടും പൈപ്പ് പൊട്ടി. തീരദേശത്തെ 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങി. ഏങ്ങണ്ടിയൂർ മുതൽ SN പുരം വരെയുള്ള പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണ ശൃംഖലയിലെ പ്രധാന പൈപ്പ് ലൈനാണ് പൊട്ടിയത്. എടത്തിരുത്തി ഏറാക്കൽ റോഡിലാണ് 700 mm പ്രിമോ പൈപ്പ് പൊട്ടിയത്. മറ്റൊരിടത്ത് ചോർച്ച അടയ്ക്കുന്നതിനായി ഇന്നലെ പമ്പിംഗ് നിർത്തിവെച്ച് പണി പൂർത്തിയാക്കിയ ശേഷം രാത്രി 10 മണിയോടെ പുനരാരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ഏറാക്കല്ലിൽ പൈപ്പ് പൊട്ടിയത്. വൻതോതിൽ വെള്ളം ചോരുന്നതിനാൽ പമ്പിംഗ് വീണ്ടും നിർത്തിവെച്ചിരിക്കുകയാണ്. അടിക്കടി പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം മുടങ്ങുന്നത് മൂലം തീരദേശത്തെ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ്. ഏറാക്കൽ റോഡിലാണ് നിരന്തരം പൈപ്പ് പൊട്ടുന്നത്. ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. മലക്കപ്പാറ ടാറ്റ ടീ എസ്റ്റേറ്റിലെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള തോട്ടം തൊഴിലാളികളുടെ വിദ്യാർത്ഥികൾക്ക് 6,40,000 രൂപയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന 40 വിദ്യാർത്ഥികൾക്ക് 1,06,000 രൂപ വീതമാണ് പദ്ധതിയുടെ ഭാഗമായി നൽകിയത്. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് നടപ്പിലാക്കി വരുന്ന ചിറക് പദ്ധതിയുമായി സഹകരിച്ച് സന്നദ്ധ സംഘടനയായ കെയർ ആൻഡ് ഷെയറും ക്ലാരീഷ്യൻ സന്യാസ സഭയും ചേർന്നൊരുക്കിയ സ്കോളർഷിപ്പിന്റെ വിതരണോദ്ഘാടനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS നിർവഹിച്ചു. കഴിഞ്ഞ വർഷം മലക്കപ്പാറയിലെ ഉന്നത വിദ്യാഭ്യാസം നടത്തിവരുന്ന വിദ്യാർത്ഥികൾക്കായി 8 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പിന്റെ തുടർച്ചയായാണ് ഈ വർഷവും പദ്ധതി സംഘടിപ്പിച്ചിരിക്കുന്നത്. സാമ്പത്തികമായി ഏറെ പിന്നോക്കാവസ്ഥയിലുള്ള ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പഠന സാഹചര്യം ലഭ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ ധനസഹായ വിതരണ പദ്ധതി ഒരുക്കിയിരിക്കുന്നതെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. ചാലക്കുടി നിയോജക മണ്ഡലത്തിന്റെ വിദ്യാഭ്യാസം, യുവജനം, സാംസ്കാരികം, കായികരംഗം, തൊഴിൽ തുടങ്ങിയ സമഗ്ര മേഖലയുടെയും വളർച്ച ലക്ഷ്യമിട്ട് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ചിറക്. ഭാവി തലമുറയെ സ്വയം പര്യാപ്തരാക്കി മാറ്റുന്ന സുസ്ഥിര വികസനമാണ് ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാൻഡി ജോസഫ്, അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുത്തു, KM ജയചന്ദ്രൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി K തോമസ്, ജോർജ് വെണ്ണാട്ടുപറമ്പിൽ, മുരളി ചക്കുന്തറ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. മാള സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ സഹകരണ മുന്നണി വിജയിച്ചതിൽ മാളയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വിജയാഘോഷത്തിന്റെ ഭാഗമായി UDF മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ഇന്ദിരാഭവനിൽ നിന്നും വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ആരംഭിച്ച പ്രകടനം മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ചുറ്റി മാള ടൗണിൽ സമാപിച്ചു. DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ്,
മാള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ, മറ്റു പ്രവർത്തകരായ സന്തോഷ് ആത്തപ്പിള്ളി, സോയി കോലഞ്ചേരി, PD ജോസ്, മാള സർവീസ് സഹകരണ ബാങ്കിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട CK ഉണ്ണി, മുഹമ്മദ് ഇക്ബാൽ, PN രതീഷ്, ലിയോ കൊടിയൻ, ഷാനവാസ് പള്ളിമുറ്റത്ത്, സൈമൺ കളപ്പുരയ്ക്കൽ, മാഗി ജോസ്, ശിഖ രൂപേഷ്, യദു കൃഷ്ണൻ, PR സോണി, ചിത്തിര ചാത്തക്കുടം, ഷാജു കുന്നത്തോളി എന്നിവർ പങ്കെടുത്തു. കൂരിക്കുഴി മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദക്കൂട്ടം 2024 സംഘടിപ്പിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം A സൈഫുദ്ദീൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് സിറാജുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വഖഫ് ബോർഡ് അംഗം മസൂദ് ഇടപ്പള്ളി ക്ലാസ് നയിച്ചു. മഹല്ല് ഖത്തീബ് മുഹമ്മദ് സാദിഖ് സഖാഫി, KK ഹംസ, മുഹമ്മദ് ഫയാസ്, PI സമീർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വാർഡുകൾ വിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഡിസംബർ 3 വരെ കരട് വിജ്ഞാപനം സംബന്ധിച്ച ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. എടത്തിരുത്തി ഏറാക്കല്ലിൽ വീണ്ടും പൈപ്പ് പൊട്ടി. തീരദേശത്തെ 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങി. മലക്കപ്പാറ ടാറ്റ ടീ എസ്റ്റേറ്റിലെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള തോട്ടം തൊഴിലാളികളുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.